ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം, ശത്രുദോഷമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാം. അങ്ങനെ ശത്രുദോഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ശത്രുദോഷം ഇല്ലാതാക്കാമെന്നാണ് എൻ്റെ വിഷയം. ശത്രുക്കൾ പല വിധത്തിലുണ്ടാവും, ഇല്ലേ? പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളുണ്ടാവും, ശത്രുക്കളുണ്ടാവും. ബിസിനസ് രംഗത്തിലെ ശത്രുക്കളില്ലേ, ബിസിനസ് പരമായിട്ടുള്ള ശത്രുക്കളുണ്ടാവും. ജോലി സ്ഥലത്ത് ശത്രുക്കളുണ്ടാവും. നമ്മളെ പലരും വിളിക്കാറുള്ള ജോലി സ്ഥലത്ത് നമുക്കൊരു സ്വസ്ഥതയില്ല, ശത്രുദോഷമാണ്, പലരും ശത്രുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ജോലി സ്ഥലത്തു നിന്നൊക്കെ ചിലവർ വിളിക്കും. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭയം പറഞ്ഞ് ഞങ്ങൾക്ക് ശത്രുദോഷത്തിൽ നിന്ന് മാറ്റം കിട്ടാൻ, നല്ലൊരു ശത്രുദോഷം ഞങ്ങളിൽ ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗം പറഞ്ഞു തന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലരും വിളിക്കാറുണ്ട്. അപ്പോൾ ശത്രുക്കൾ പല വിധത്തിലുണ്ടാവും. സ്വന്തക്കാരോ സ്വന്തത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ അന്യരോ അയൽക്കാരോ. എന്തിനും അയൽക്കാരുണ്ടാവില്ലേ ശത്രുക്കളായിട്ട്? അയൽക്കാരോ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ശത്രുക്കളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ പിടിച്ച് കൊല്ലാനായിട്ട് പറ്റുമോ? ഇല്ലല്ല. ശത്രുക്കളെ നേരിടാനാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അവരെ കായികമായിട്ട് അവരെ ഇത് ചിലവരങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൈവച്ച് തമ്മിൽ അടിയായി, ഇടിയായി, പിന്നെ പോലീസ് സ്റ്റേഷൻ കയറലായി, കോടതിയായി, അങ്ങനെ എടുത്തിയാട്ടം നടത്തി ശത്രുക്കളെ നേരിടുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവില്ല ശത്രുദോഷം തീരാനായിട്ട്. അതുകൂടാതെ അത് കൂടോത്രവും മന്ത്രവാദവും ചെയ്തിട്ട് കാര്യമില്ലല്ലേ. ഈ കൂടോത്രവും മന്ത്രവാദവും എന്നും പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. അവരിത് കാശും മേടിച്ചുകൊണ്ട് പോകും. അവർ തകിട് എഴുതിയിടുക, അല്ലെങ്കിൽ മറ്റേത് എഴുതിയിടുക, അങ്ങനെ എഴുതിയിടുക, ഇങ്ങനെ എഴുതിയിടുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചില അന്ധവിശ്വാസം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസം പകർത്തുന്ന ചില ആൾക്കാർ ഈ ജ്യോതിഷ രംഗത്തും ഉണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഈ കൂടോത്രവും മന്ത്രവാദവും ഒന്നും ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല. അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും, തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. അപ്പം ശത്രുവിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ശത്രുദോഷം ഇല്ലാതായി വരാൻ എന്താ ചെയ്യേണ്ടത്? നരസിംഹയന്ത്രം എഴുതി യഥാവിധി പൂജിച്ച് ധരിച്ചു നോക്കൂ, തീർച്ചയായും ഫലം കിട്ടും. അതായത് നരസിംഹയന്ത്രമുണ്ട്. നമുക്കൊരുപാട് യന്ത്രങ്ങളുണ്ട്. പുരുഷയുക്ത യന്ത്രം, ഭാഗ്യസൂക്ത യന്ത്രം, മഹാസുദർശന യന്ത്രം, പിന്നെ അതേപോലെ തന്നെ വിദ്യാരാജഗോപാല യന്ത്രം, അങ്ങനെ ഒത്തിരി യന്ത്രങ്ങളുണ്ട്. ഈ യന്ത്രങ്ങളെല്ലാം ജ്യോതിഷത്തിലെ അറിയുന്ന ആ തലമുതിർന്ന അല്ലെങ്കിൽ ജ്യോതിഷം പാരമ്പര്യമായി കൈകാര്യം ചെയ്ത് വരുന്ന ആചാര്യന്മാർ പണ്ട് മുതലേ കുറിച്ചു വച്ചിട്ടുള്ള ചില കാര്യങ്ങളും സംഭവങ്ങളുമാണ്. അല്ലാതെ അത് അന്ധവിശ്വാസമല്ല. അപ്പം നരസിംഹയന്ത്രം മറ്റ് യന്ത്രങ്ങളെ പോലെ നരസിംഹയന്ത്രം എഴുതി ധരിക്കുക. നരസിംഹയന്ത്രം എഴുതിയാൽ ഒരു ശത്രു നമ്മുടെ അടുത്തോട്ട് അടുക്കില്ല. ശത്രു ദോഷം ഇല്ലാതാകും. ശത്രു നമ്മളിൽ നിന്ന് മുട്ടുമടക്കി മടങ്ങി പോവും. ശത്രു നമ്മളിൽ നിന്ന് അകന്നു പോകും ഈ നരസിംഹയന്ത്രം എഴുതി ധരിച്ചാൽ. നരസിംഹയന്ത്രം എഴുതി ധരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് യഥാവിധി എഴുതി യഥാവിധി പൂജിക്കണം. എല്ലാവർക്കും ഇത് എഴുതാൻ സാധിച്ചെന്ന് വരില്ല. അത് എഴുതുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എഴുതിയാൽ നന്നായിരിക്കും. ചില ആൾക്കാർ പറയും ഞങ്ങളും എഴുതുമെന്ന് പറയും. പക്ഷെ അവരെന്താണ് എഴുതി തരണേന്ന് നമുക്കറിയില്ലല്ലോ, ഇല്ലേ? വെറുതെ കാശും മേടിച്ച് പറ്റിച്ചുകൊണ്ട് പോകും. അതിനൊന്നും നിൽക്കരുത്. എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റിയ ആൾക്കാരെ തന്നെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ നിൽക്കരുത്. അതാണ് ചെയ്യേണ്ടത്. അത് നരസിംഹയന്ത്രം എഴുതി യഥാവിധി പൂജിച്ച് ധരിച്ചു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടും. ശത്രുസംഹാരമൂർത്തിയാണ് നരസിംഹം, ഇല്ലേ? ശത്രുവിനെ നിഗ്രഹിക്കാൻ വേണ്ടി ഉടലെടുത്തതാണ് നരസിംഹമൂർത്തി എന്ന് വിചാരിച്ച് നിങ്ങളുടെ ശത്രുവിനെ നിഗ്രഹിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം നരസിംഹമൂർത്തി, ശത്രുസംഹാരമൂർത്തിയായ നരസിംഹത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ നരസിംഹയന്ത്രമാണ് എഴുതാൻ ഞാൻ പറയുന്നത്.
എഴുതി ധരിക്കാനാണ് പറയുന്നത്. ഈ നരസിംഹമൂർത്തിയുടെ ഉത്ഭവം എന്താണ്? ശത്രു സംഹാരത്തിന് വേണ്ടിയല്ലേ? ഇല്ലേ? പ്രഹ്ലാദൻ ഇല്ലേ? പ്രഹ്ലാദന്റെ കഥയിലെ ഇല്ലേ? ഹിരണ്യനെ കൊല്ലാനല്ലേ ആ ശത്രു സംഹാരകാരകനായി നരസിംഹമൂർത്തി ഉടലെടുത്തത് ഇല്ലേ? അപ്പോൾ ആ നരസിംഹമൂർത്തി യന്ത്രം എഴുതി ധരിച്ചാൽ അവിടെ നമ്മൾക്ക് ശത്രുവിനെ പേടിക്കേണ്ട കാര്യമില്ല. അവൻ്റെ എന്ത് ഇടപാടുണ്ടെങ്കിലും അത് നമ്മളിൽ അടുക്കില്ല, നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇത് കൂടാതെ 7 വ്യാഴാഴ്ച നരസിംഹമൂർത്തിക്ക് ശത്രുതാ സംഹാര പുഷ്പാഞ്ജലി നടത്തണം. ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി അല്ല കേട്ടോ, ശത്രുതാ സംഹാര പുഷ്പാഞ്ജലിയാണ്. പലരും അമ്പലത്തിലൊക്കെ എഴുതി വെച്ചത് ശത്രു സംഹാര പുഷ്പാഞ്ജലി, ശത്രുവിനെ സംഹരിക്കുന്ന, അതല്ല, ശത്രുതാ സംഹാര പുഷ്പാഞ്ജലിയാണ്. അപ്പം നിങ്ങളുടെ നിങ്ങൾക്കുള്ള ശത്രുത സംഹരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ പേരിൽ നടത്തണം. നിങ്ങളാണ്ട് ശത്രുവിൻ്റെ പേരിലൊന്നും നടത്തിയിട്ട് കാര്യമില്ല. ശത്രു ഇല്ലാണ്ടാവുള്ളൂ. നിങ്ങളുടെ ശത്രുത മാറിക്കിട്ടണ്ടേ? അതിനുവേണ്ടി നിങ്ങളുടെ പേരിൽ നിങ്ങൾ ശത്രുതാ സംഹാര പുഷ്പാഞ്ജലി വ്യാഴാഴ്ച ദിവസം നരസിംഹമൂർത്തിക്ക് നടത്തണം. നരസിംഹമൂർത്തിയുള്ള ക്ഷേത്രത്തിൽ നടത്തിയാൽ അത് നല്ലതാണ്. ഇതുകൂടാതെ നരസിംഹമൂർത്തിക്ക് വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം നിവേദിക്കുന്നതും ദേവന് ഇഷ്ടമുള്ള കാര്യമാണ്, നരസിംഹമൂർത്തിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൂടാതെ ഓം നമോ നാരായണായ എന്ന് 108 പ്രാവശ്യം ചൊല്ലണം. നരസിംഹ മന്ത്രം ചൊല്ലാൻ പറ്റില്ലെങ്കിൽ, നരസിംഹമന്ത്രമുണ്ട്, അത് ചൊല്ലാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചൊല്ലാം: ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് 108 പ്രാവശ്യം ഇത് ചൊല്ലാം. ശത്രു അകന്നു പോകും. അവൻ്റെ ഒരു ദോഷവും നിങ്ങളിൽ ഉണ്ടാകില്ല. പിന്നെ മനസ്സിലായോ? അപ്പോൾ നിങ്ങളിലുള്ള ശത്രുവിൻ്റെ ദോഷം നിങ്ങളിൽ പറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നരസിംഹ യന്ത്രം എഴുതി ധരിക്കാം, അല്ലെങ്കിൽ 7 വ്യാഴാഴ്ച നരസിംഹമൂർത്തിയോട് അടുത്ത് ചെന്ന് ശത്രുതാ സംഹാര പുഷ്പാഞ്ജലി നടത്തി മനസ്സുരുകി പ്രാർത്ഥിക്കാം. ഏത് പ്രാർത്ഥനക്കും ശുദ്ധിയോടുകൂടി നടത്തിയാൽ അതിന് ഫലം ഉണ്ടാവും കേട്ടോ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്.